BJP കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് വിജയം കൈവരിക്കുമ്പോൾ BJPയോടുള്ള തൊട്ടുകൂടായ്മയും മാറും. തീർച്ചയായിട്ടും ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിലൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ എയിംസ് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഒന്ന്, BJP ഇറക്കുന്നത് സങ്കല്പ പത്രമാണ്. മാനിഫെസ്റ്റോ എന്നുള്ള പേര് ഒരിക്കലും നമ്മൾ ഇടാറില്ല. സങ്കല്പ പത്രം എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പ്രതിജ്ഞ എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള ഇതാണ്. അല്ല, ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു രീതി, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രീതി, ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയുന്നതല്ല നമ്മുടെ ശൈലി എന്നുള്ളതാണ്. പകരം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ സംഘടന ചെയ്തു എന്നുള്ളതാണ് ശൈലി, അല്ലെങ്കിൽ സർക്കാർ ചെയ്തു. ഈ 16 പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൻ്റെ വികസനം. നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ്റിൽ ഏത് കാര്യം നടക്കുമ്പോഴും അതിനൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനുണ്ട്. 370 വകുപ്പ് നീക്കുക എന്നുള്ളത് വെറും ഒരു ഇമോഷണൽ രീതിയിലല്ല മോദിജി കണ്ടത്. ഞങ്ങൾ ആറ്റിപ്പുറയിലെ പാൽ സൊസൈറ്റിയിലുള്ള കാലത്തോളം ഞങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിസം ഉണ്ടാവും. ആ പാൽ സൊസൈറ്റിയിലാണ് എൻ്റെ ഭാര്യയുടെയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ശമ്പളം ഇവിടുന്ന് കിട്ടും. ഇപ്പോൾ ഞാനിതിനാണ് പാർട്ടി വിടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ അഭിപ്രായത്തിൽ ആരാണ് മുഖ്യ എതിരാളി എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള തമ്മിലുള്ളൊരു ഫൈറ്റാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് CPMൻ്റെ ഈ വീടിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ 80കളിലും 90കളിലുമൊക്കെ രാഷ്ട്രീയമായിട്ട് എപ്പോഴെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമെന്ന് യാതൊരു ലക്ഷണവും ചക്രവാളത്തിലില്ലാതിരിക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സർവ്വതും മാറ്റിവെച്ച് സാമൂഹിക പ്രവർത്തനത്തിനിറങ്ങിയ ആയിരക്കണക്കിന് പ്രവർത്തകരെ ഇൻസ്പയർ ചെയ്ത ആൻഡ് റൈറ്റ്ലി അതിനനുസരിച്ചിട്ടുള്ള ആ കഴിവിനനുസരിച്ചിട്ടുള്ള അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സഹമന്ത്രി തലത്തിലേക്ക് ഉയർന്ന ശ്രീ V. മുരളീധരനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. 70കളിലെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം കണ്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിനെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കണ്ണൂരിലാണ് ആദ്യം പ്രവർത്തനം തുടങ്ങിയതെന്നുള്ള എനിക്ക് ജനാധിപത്യത്തിനെതിരെയുള്ള അക്രമ രൂപം ഉണ്ടായ CPMൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ആ തരത്തിലുള്ള അതിനോട് പ്രതിപ്രവർത്തനം എന്നുള്ള ആ തരത്തിലൊരു സ്വഭാവമല്ല മുരളിയേട്ടൻ ഡെവലപ്പ് ചെയ്ത് ഒരു സൗമ്യദീപ്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ടാണ്, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയത്തിൽ ത്രൂ ഔട്ട് എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഈ നിലപാടെടുക്കാനുള്ളൊരു പ്രേരണ എനിക്ക് കിട്ടിയത്? എനിക്ക് തോന്നുന്നു ഞാൻ 71-72 കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് വളരെ സജീവമായിട്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ചുമതലയും ഒക്കെ ആയിട്ട് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്. അപ്പോൾ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജിങ് അല്ലെങ്കിൽ ഒരു ജീവിത വീക്ഷണം. ആ ജീവിത വീക്ഷണം നമ്മൾ തെറ്റിനെ തിരുത്തണം, തെറ്റ് ചെയ്ത ആളോട് നമുക്കൊരു ഇതും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം ശരിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പം ജനാധിപത്യം ഇല്ലാതാക്കി കമ്മ്യൂണിസം, സംഘടനാ പ്രവർത്തനം, മറ്റുള്ളവരുടെ സംഘടനാ പ്രവർത്തനം അനുവദിക്കാതിരിക്കുക, അസഹിഷ്ണുത. പക്ഷേ അസഹിഷ്ണുതയാണ് നമ്മൾ എതിർത്തത്. അപ്പോൾ അസഹിഷ്ണുത എതിർക്കുമ്പോൾ നമ്മൾ സ്വയം അസഹിഷ്ണുതായി കഴിഞ്ഞാൽ അസഹിഷ്ണുത എതിർക്കാൻ പറ്റില്ല. അസഹിഷ്ണുത കാണിച്ച CPMനെ എതിർത്തു. അത് നമ്മൾ അസഹിഷ്ണുതയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് വിദ്യാർത്ഥി പരിഷത്ത് എന്നിൽ വളർത്തിയപ്പോൾ സ്വാഭാവികമായും എൻ്റെ വീക്ഷണവും അതനുസരിച്ചിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ രജുബയ്യ
അല്ലെങ്കിൽ ബാലാസാഹേബ് ദേവറസ്, രജുബയ്യ, സുദർശൻ ജി തൊട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ അടുത്ത് മോഹൻ ഭാഗവത്ജി അതിന് ശേഷമാണ്. ഇവരൊക്കെ അടുപ്പമുണ്ടായിരുന്നെങ്കിലും വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആൾക്കാർ ഭാവറാവു ദേവറസും യാദവറാവു ജോഷി. കാരണം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവരാണ് കൂടുതലുണ്ട്. അപ്പോൾ അവരുടെ പലപ്പോഴുമുള്ള സംഭാഷണങ്ങളിൽ അവർ തന്നിട്ടുള്ള വീക്ഷണം ഈ തരത്തിലുള്ള വീക്ഷണം. അപ്പോൾ ഈ വീക്ഷണം കാരണം പിന്നെ എച്ച് വി ശേഷാദ്രി, കോവേ ശേഷാദ്രി. അപ്പോൾ ഈ വീക്ഷണങ്ങൾ കാരണം സ്വാഭാവികമായും ഇങ്ങനെയൊരു ഇതിലാണ് വന്നത്. അതുകൊണ്ട് ഞാനത് നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനും അങ്ങനെയാണെന്നല്ലോ എന്ന് വിചാരിച്ചത്. അത്രയുള്ളൂ. അല്ലാതെ ഞാനത് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു കാര്യമല്ല. ഈ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തോന്നിയൊരു ചോദ്യമാണ്. പല സമയത്തും താങ്കൾ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സംഘടനയുടെ മുതിർന്ന കാര്യകർത്താവ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്താതെ പോകാറുണ്ട്. ഇതിപ്പം നമ്മൾ പല പേഴ്സണൽ ടോക്കുകളിൽ അറിയുന്നുണ്ട്. നൂറുകണക്കിന് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടു, ഒരു 34 കോടി സംഭരിച്ച ഒരാളെ രക്ഷിച്ചു. ഇതുപോലത്തെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ, പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടവർ നേരിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ശ്രീ വി മുരളീധരൻ ഇടപെട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ മതസ്ഥരിൽ നിന്നും. പക്ഷേ ഇതിൻ്റെ ഒരു PR വർക്ക് കാണുന്നില്ല എന്നുള്ളത് ഒരു പൊതുവെയുള്ളൊരു നിരീക്ഷണമായിട്ട് ആൾക്കാർ പറയാറുണ്ട്. അതും ഈ ഒരു എന്താ ആ തരത്തിലുള്ള ട്രെയിനിങ്ങിൻ്റെ ഒരു ഡ്രോബാക്കായിട്ടാണോ? ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു പക്ഷേ ശരിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥി പരിഷത്തിലും പിന്നീട് സംഘത്തിലും ചെയ്യുന്ന കാര്യം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്നതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അങ്ങനെയൊരു വീക്ഷണത്തിലൂടെയാണ് വളർന്നു വന്നത്. മാത്രമല്ല, ഞാൻ നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ഒരാളുമല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പിന്നീട് അങ്ങനെ ഒരു പ്രത്യേക കാരണങ്ങളാൽ രാഷ്ട്രീയത്തിൽ വന്നു എന്നല്ലാതെ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ BJP-യിൽ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീക്ഷണം തുടക്കത്തിലില്ലായിരുന്നു. BJP-യിൽ വന്നതിന് ശേഷവും ഞാനൊരു സംഘടനാ ചുമതലക്കാരൻ എന്നുള്ള നിലയിലാണ്, ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള നിലയിൽ BJP-യിലും എന്നെ ആരും ആദ്യഘട്ടങ്ങളിലൊന്നും കണക്കാക്കിയിട്ടില്ല. സംസ്ഥാന പ്രസിഡൻ്റ് ആയപ്പോഴും ഞാനൊരു ഒരു പബ്ലിക്കിൽ ലോക്കി ആയിരുന്നു. സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ആ കാലത്തും ശ്രദ്ധിച്ചു. ബൂത്ത് പ്രവർത്തനങ്ങളൊക്കെ അങ്ങയുടെ ആ സമയത്തുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. അതാണ് പിൽക്കാലത്ത് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ വലിയ നേട്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്നുള്ള വിലയിരുത്തലുകളും രാഷ്ട്രീയമായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ പറഞ്ഞ ഒരു അവനവനെ ഒരു അല്പം പുറകോട്ട് നിർത്തുന്നില്ല. ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു രീതി, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു രീതി, ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയുന്നതല്ല നമ്മുടെ ശൈലി എന്നുള്ളതാണ്. പകരം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ സംഘടന ചെയ്തു എന്നുള്ളതാണ് ശൈലി, അല്ലെങ്കിൽ സർക്കാർ ചെയ്തു. അപ്പോൾ അതിൽ എൻ്റെ റോൾ എന്നുള്ളത് വലിയ തോതിൽ പബ്ലിസൈസ് ചെയ്യേണ്ട അങ്ങനെയൊരു ശൈലി എനിക്ക് പണ്ട് മുതലേ ഇല്ല. പിന്നെ ഈ PR വർക്ക് പൊതുപ്രവർത്തനത്തിൽ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് ഒരു പുതിയൊരു ട്രെൻഡാണ്. അപ്പോൾ ഞാൻ ആ നിലയിൽ പറഞ്ഞാൽ ഒരു ഓൾഡ് സ്കൂളായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ PR വർക്ക് ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കുക, അതല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മെക്കാനിസം ഉണ്ടാക്കുക, ആ മെക്കാനിസം ഞാനിപ്പോഴും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ആറ്റിങ്ങലാണ് നമ്മൾ ഒരു പ്രവർത്തന മണ്ഡലമായിട്ട് അങ്ങ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെയും ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് 1000-ഓളം കർഷക കൂട്ടായ്മകളുടെ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ലോൺ അനുവദിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊരു നിശബ്ദ വിപ്ലവമാണ് കേരളത്തിൽ. അങ്ങനെ ശരിക്കും കാർഷിക സമൃദ്ധിയുടെ ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ. കൃഷിക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ട്രൈബൽസിൻ്റെയും ഒക്കെ ഒരു സ്പേസാണ്. അപ്പോൾ അവിടെ ഇത്തരമൊരു മൂവ്മെൻറ്റ് അത്ഭുതകരമായിട്ടുള്ള എന്നാൽ
വീണ്ടും അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു വളരെ ഗ്രാസ് റൂട്ടിലൊരു ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കുക. അല്ല, 3 കാര്യങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു മന്ത്രിയായതിനു ശേഷം ചെയ്യാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നേരിട്ട് ചെയ്തു എന്ന് ഞാൻ പറയില്ല. കാരണം ഒന്ന്, ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ. ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രത്യേക ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി തുടങ്ങിയപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻജിയാണ് ഒരു തവണ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്, വരുന്ന കാലഘട്ടങ്ങളിൽ രാജ്യത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ജില്ലകളിൽ നമുക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സെൻറ്റർ ഫോർ ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ സിസ ഡോക്ടർ സി സുരേഷിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു കാര്യമുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യും, നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ തെക്കൻ കേരളത്തിലെ ഏതാണ്ട് കോട്ടയം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള 4-5 ജില്ലകളിലായിട്ട് ഇപ്പോൾ ഏതാണ്ട് 30-34 ബ്ലോക്കുകളിൽ ഈ പ്രവർത്തനം നടക്കുന്നതാണ്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചും കൂടി ഫോക്കസ്ഡാണ്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ 1000 സംരംഭങ്ങൾ, ഒരു എഗ്രോ ഇൻഡസ്ട്രീസ് എന്നുള്ള നിലയിൽ 1000 സംരംഭങ്ങൾ, അതിൽ 300 സംരംഭങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ വായ്പ അനുവദിച്ചിട്ടുള്ളത്. ആ 300 സംരംഭങ്ങളുടെ വായ്പ വിതരണം നടന്നു. വിതരണത്തിൻ്റെ പരിപാടി നടന്നു. മീഡിയയൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പതിപോലെ മീഡിയ കുറച്ച് പേര് വന്നു, കുറച്ച് പേര് വന്നില്ല. ആ ഒരു ദിവസം ചെറിയൊരു വാർത്ത വന്നു, തീർന്നു. അതിലപ്പുറം അതിലേക്ക് പിന്നാലെ പോയിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും ഈ 1000 സംരംഭങ്ങൾ വളർന്നു വരുമ്പോൾ അത് തിരുവനന്തപുരം ജില്ലയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യമാണ് ആയുർവേദം. ആയുർവേദത്തിൽ ഈ വേൾഡ് ആയുർവേദ കോൺഗ്രസ് സിസ മുൻകൈ എടുത്തിട്ട് കഴിഞ്ഞ 5ാമത്തെ പതിപ്പ് ഇപ്പം നടന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ 2 എഡിഷൻസിൻ്റെ ഒരു എഡിഷൻ നമ്മൾ നടത്താൻ തീരുമാനിച്ചു. എഡ്ലക്സിലായിരുന്നു പ്ലാൻ ചെയ്തത്. എഡ്ലക്സിൽ പ്ലാൻ ചെയ്തതിന് ശേഷം കോവിഡ് വന്നത് കാരണം അത് ഓൺലൈൻ ആവേണ്ടി വന്നു. ഈ തവണ നമ്മൾ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. അതിലൊരു ഇൻ്റർനാഷണൽ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു ഡയമെൻഷൻ. കാരണം ഞാൻ വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ധാരാളം വിദേശ പ്രതിനിധികൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു, അപ്പോൾ അതിൽ കേരളത്തിന് ഈ ആയുർവേദം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ സാധിക്കുന്നൊരു മേഖലയാണ്. ഒന്ന്, ആയുർവേദ ഇൻഡസ്ട്രി, മെഡിസിൻ മാനുഫാക്ചറിങ്, വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ വരും. 2, ആയുർവേദം വെൽനസ് ടൂറിസം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ അതിൻ്റെ പേരിൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ധാരാളം ആൾക്കാർ വരും. പിന്നെ വിദേശികൾ വരുന്ന സമയത്ത് കേരളത്തിൽ സ്പെൻഡ് ചെയ്യുന്ന പണം അത് ആയുർവേദത്തിൽ മാത്രമല്ല, ഓട്ടോറിക്ഷ ഡ്രൈവർ തൊട്ട് എല്ലാ ആൾക്കാർക്കും അതിൻ്റെ വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെ ആയുർവേദത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ട്, ആ എഫർട്ടും ആണ് 2. മൂന്നാമത്തെ കാര്യം ബാലരാമപുരം കൈത്തറി. ബാലരാമപുരം കൈത്തറിയിൽ ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനി, നെയ്ത്തുകാർ അംഗങ്ങളായിട്ടുള്ള ആദ്യത്തെ കമ്പനിയാണിത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രാജ്യം മുഴുവനുണ്ട്. പക്ഷേ ഒരു രജിസ്റ്റേർഡ് കമ്പനി, നെയ്ത്തുകാർ മാത്രം അംഗങ്ങൾ എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർ നെയ്ത്തുകാരാണെന്ന് സർട്ടിഫിക്കറ്റ് തന്നാലേ അവർക്ക് അവിടെ മെമ്പർഷിപ്പ് കിട്ടണം. ആർക്കെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ എനിക്ക് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. അയാൾ നെയ്ത്തുകാരനാണെന്ന് സർട്ടിഫൈ ചെയ്യപ്പെടാം. അങ്ങനെയുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനി നമ്മൾ ഫോം ചെയ്തു. കൈത്തറിയിൽ കാലാനുസൃതമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ, കൈത്തറിയെ എങ്ങനെ ഇപ്പോൾ ബാലരാമപുരം കൈത്തറി എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് കളറുള്ള കോടിമുണ്ട്, കോടി സെറ്റ്, സാരി, ഇതൊക്കെയുള്ളത്. ഇതിൽ നിന്ന് വ്യത്യാസം വരുത്തി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച രീതിയിൽ കൈത്തറി എങ്ങനെ മാറണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കാനും അതിനു വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമം
അങ്ങനെയുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്. അതിൻ്റെ ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്ററിനെ നേരിട്ട് വന്നിട്ട് നടത്തി. പക്ഷേ അതിൽ ചെയർമാൻ ഇടയ്ക്ക് മരണപ്പെട്ടത് കാരണം കുറച്ചൊന്ന് സ്ലോ ആയി. ഇപ്പോൾ രണ്ടാമതും അത് ശരിയായി വരുന്നു. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 കൊല്ലക്കാലത്തിനിടയിൽ മന്ത്രി എന്നുള്ള നിലയിൽ വിദേശകാര്യ വകുപ്പിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ഈ കാര്യങ്ങളാണ് തിരുവനന്തപുരം ജില്ലയെ കേന്ദ്രീകരിച്ചിട്ട് പ്രധാനമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്. ഏതാണ്ട് പ്രതീക്ഷ ഇതിനേക്കാൾ പെട്ടെന്ന് വരണം എന്നൊക്കെ ഉണ്ടാവുമെങ്കിലും അത് അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. അപ്പോൾ അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇത് 3ഉം വളരെ കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഏരിയയാണ്. അതിനെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതൃത്വം ഈ 3 സ്ട്രീമിലും ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വളരും. ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് പോകും. കാരണം ഇതൊന്നും ഞാൻ നേരിട്ട് ചെയ്യുന്നതല്ല, ഇതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. ഞാനിതിലൊന്നിലും മെമ്പറല്ല, ഞാനിതൊന്നിലും ഔപചാരികമായിട്ട് എനിക്കൊരു പൊസിഷനും ഇല്ല. ഈ മണ്ഡലം ഇവിടെ തീരദേശമുണ്ട്. അപ്പോൾ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിലെ തീരദേശത്തിലെ പ്രശ്നങ്ങൾ? അതിനെന്താണൊരു പരിഹാരം? തീരദേശം ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒന്ന്, തീരദേശത്ത് എല്ലാ വർഷവും ഉണ്ടാകുന്ന കടലാക്രമണമാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, തീരദേശത്തെ ആളുകളുടെ വരുമാനത്തിൻ്റെ പല പല രീതികൾ. ഒന്ന്, കടലിൽ മീൻ പിടിക്കാൻ പോയി വരുന്നു, മീൻ പിടിച്ചിട്ട് വന്നതിന് ശേഷം ആ അധ്വാനത്തിൻ്റെ വില അവർക്ക് കിട്ടുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു കാര്യം, 5 തെങ്ങിൽ നിന്നുള്ള സ്ത്രീകളാണ് ഏതാണ്ട് വർക്കല വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മീൻ വിൽക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കല്ലമ്പലത്ത് ഒരു സ്ത്രീ മീൻ വിൽക്കുന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മണി? അപ്പോൾ രാവിലെ വരും, വൈകുന്നേരം വരെ ഇരിക്കും. 1000 രൂപ ഓട്ടോറിക്ഷ ചാർജ് കൊടുക്കുകയാണ് അവർ എല്ലാ ദിവസവും. ഈ 1000 രൂപ ഓട്ടോറിക്ഷ ചാർജിന് പകരം ഇതൊരു കളക്റ്റീവ് എഫർട്ടായിരിക്കട്ടെ, 10 പേർക്ക് ഒരുമിച്ച് ഇത് വരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരാൻ പറ്റും. ഇവരുടെ ചിലവ്, യാത്രാ ചിലവ് കുറയും. പിന്നെ ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല, നേരെ ചെന്ന് ചോദിക്കുന്നതുകൊണ്ട് അവർ പലിശക്ക് പണം എടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്, സാധ്യത അതിനൊക്കെ ഉണ്ട്. പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരു ഇടപെടലുണ്ടായാൽ തീർച്ചയായിട്ടും ഈ പിടിക്കുന്ന മീനിനെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി മാർക്കറ്റ് ചെയ്യാനും ആ വാല്യൂ എഡിഷന് വേണ്ടിയിട്ടുള്ളവർക്കടക്കം തീരദേശത്തുള്ള ആളുകൾക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റം വരും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരദേശത്ത് എനിക്ക് ഈ പ്രദേശത്തിലെ തീരദേശത്തെക്കുറിച്ച് ഈ രീതിയിലുള്ള പഠനം ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ വടക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളടക്കമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരാരും പഠിക്കാൻ പോകുന്നില്ല. തീരദേശത്തെ പുരുഷന്മാർ അപൂർവമാണ് SSLC കഴിഞ്ഞിട്ട് ഫർദർ സ്റ്റഡീസിലേക്ക് പോകുന്നത്. പെൺകുട്ടികൾ പഠിക്കും. പെൺകുട്ടികൾ പഠിക്കുന്നത് കാരണം പെൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷേ അവർക്ക് അതിന് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആ വിദ്യാഭ്യാസമുള്ള ഇതൊരു പ്രോബ്ലമാണ് അവിടെ സത്യത്തിൽ. അപ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെറുപ്പത്തിൽ തന്നെ കടലിൽ പോയി തുടങ്ങും. പിന്നെ അവർ ജോലി, വരുമാനം എന്നുള്ളതിൽ ഫോക്കസ് ആവുന്നതുകൊണ്ട് പഠനം എന്നുള്ളത് ഇതായിട്ട് വരും. അതേസമയത്ത് ജോലികളിൽ ചില ജോലികൾ ഒരു എൻ്റെ നിലവാരത്തിനേക്കാൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലേക്ക് വരുമല്ലോ. അതിൽ ജീവിത വർക്കിംഗ് എൻവയൺമെൻറ്റിൽ മാറ്റം വരുത്തിയാൽ പ്രശ്നം മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് മെറൈൻ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ എഗ്രോ ഇൻഡസ്ട്രീസ് പോലെ മെറൈൻ ഇൻഡസ്ട്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർക്ക് അതിൽ വരും. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മാന്യത കിട്ടും. അതിനോട് അസോസിയേറ്റ് ചെയ്യാനൊരു
അപ്പോൾ ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഹാൻഡ്ലൂമിലും നമ്മളത് ചെയ്തു. ഹാൻഡ്ലൂമിലേക്ക് പുതിയ തലമുറ വരുന്നില്ല ഈ കൈത്തറിയിലേക്ക്. കാരണം ബാലരാമപുരത്ത് കുഴിത്തറിയാണ്, പിറ്റ് ഇതാണ്, കുഴിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുഴി അൺഹൈജീനിക്കാണ് പലപ്പോഴും. കാരണം അതിനകത്ത് എല്ലാം ചിലപ്പോൾ ഒരാൾ തുപ്പുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ തന്നെ തുപ്പും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ മാറ്റുക. ഫാൻ, ലൈറ്റ്, ക്യാബിൻ, ഇതൊക്കെ ചെയ്തിട്ട് വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ അച്ഛനും അമ്മയൊക്കെ വൃത്തികെട്ട സാഹചര്യത്തിൽ ജോലി ചെയ്തു, എനിക്ക് ഏതായാലും അതിനൊന്നും താല്പര്യമില്ല എന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാർ ഇതിലേക്ക് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ജോലികൾ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറ്റം വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെയർ കട്ടിങ് ഒരു സമുദായത്തിൻ്റെതായിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്യൂട്ടി പാർലർ വരുമ്പോൾ അല്ലെങ്കിൽ സലൂൺ എന്ന് പറയുന്നതിൽ സമുദായമില്ല. അത് ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും ചെയ്തിട്ട് ജോലി ചെയ്യാം. അയാൾ ഹെയർ കട്ടിങ് നടത്തിയാൽ ഹെയർ കട്ടിങ് നടത്തുന്ന സമുദായമായിട്ട് അതിന് ബന്ധമില്ല. ഇതേപോലെ ഹാൻഡ്ലൂമിനും ഒക്കെ ഈ രീതിയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ ഇത് പിന്നെ മത്സ്യബന്ധന മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടും വരാം. അതനുസരിച്ചിട്ട് അതിൻ്റെ സാഹചര്യങ്ങളും അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കണം. അതൊരുക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡീലിംഗ് ചെയ്യേണ്ടി വരും. കമ്മ്യൂണിറ്റി ആൻഡ് പ്രൊഫഷൻ അതിനെ ഡീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബിലിറ്റിയുടെയും വ്യത്യാസം വരും. മറ്റേതാകുമ്പോൾ കമ്മ്യൂണിറ്റി പ്രൊഫഷനായിട്ട് ലിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് മൊബിലിറ്റി ഇല്ലാതെ. ആ സമുദായം താഴ്ന്ന സമുദായമാണ് എന്നല്ല. മറ്റേതാകുമ്പം കമ്മ്യൂണിറ്റി പ്രൊഫഷൻ ഡീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ വ്യത്യാസപ്പെടും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ഈ മേഖലയിൽ ഫിഷർമെൻ മേഖലയിൽ നടത്തണം എന്നുള്ള ഐഡിയ ഉണ്ട്. പക്ഷേ സമയം കിട്ടാത്തത് കാരണം ഇതുവരെ ഒന്നും നടന്നില്ല. അവിടെയും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫിഷർമെൻ്റെ ഇതിലും പ്രൊഡ്യൂസർ കമ്പനികൾ ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. ആ പ്ലാനിൻ്റെ ചില ഒരു പ്രിലിമിനറി കുറച്ച് കാര്യങ്ങൾ നടന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള തന്നെ അത്രയും കൈനിറയുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ അതാണ് വേറൊരു ഏരിയ. ഈ മണ്ഡലത്തിൽ തന്നെ ധാരാളം ട്രൈബൽ ഏരിയകളുണ്ട്. അവരുടെ ഒരു കുറിച്ചിട്ട് അങ്ങ് എന്താ ഒരു സങ്കല്പം? ട്രൈബൽ ഏരിയ ഏതാണ്ട് 16,000 ആണ് വോട്ടർമാർ കണക്കനുസരിച്ചിട്ട്. വളരെ വളരെ ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ശ്രദ്ധക്കുറവുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും മൊബൈൽ ടവറുകളില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതേസമയത്ത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ള ഏരിയ ആണ്. പൊതുവേ കേരളത്തിൽ ട്രൈബൽ വെൽഫെയറിന് വേണ്ടി ചിലവാക്കുന്ന പണം, ഇടക്കാരോ പറഞ്ഞിരുന്നു, അവർക്ക് ആ പണം നേരിട്ട് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാവരും കോടീശ്വരന്മാരായിരുന്നു. കാരണം അത്രയും പണം ചിലവാക്കുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേരിൽ. പക്ഷേ ആ പണമൊന്നും അവിടെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവരെ മോഡേണൈസ് ചെയ്യുന്നു എന്നുള്ള പേരിൽ അവരെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ അവർ ശീലിച്ച രീതികളിൽ നിന്ന് മാറ്റുക. ഞാൻ അട്ടപ്പാടിയിൽ പോയപ്പോൾ അട്ടപ്പാടിയിൽ പട്ടിണി മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോയപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചോളവും മില്ലറ്റ്സ് കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഗവൺമെൻറ് നമ്മളോട് അരിയും ഗോതമ്പും കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അരിയും ഗോതമ്പും തരാൻ തുടങ്ങി. പക്ഷേ അരിയും ഗോതമ്പിനേക്കാളും ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഇത് കോമ്പസിഷൻ ഈ മില്ലറ്റ്സിൻ്റെ ചെറുധാന്യങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കൃഷി ചെയ്യാൻ വെള്ളമില്ല, അരി കൃഷി ചെയ്യാൻ. അപ്പോൾ ഗവൺമെൻറ് റേഷൻ ഷോപ്പുകളിൽ നിന്ന് തരുന്ന ഇത് മാത്രം ആശ്രയിച്ചിട്ട് ഞങ്ങൾ ജീവിക്കണം. മറ്റേ ശീലം ഞങ്ങൾ വിട്ടു, ചെറുധാന്യങ്ങളുടെ ശീലം. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഒറിജിനൽ ജീവിത രീതികളിൽ നിന്ന് മാറി
പുതിയ ജീവിത രീതിക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ പട്ടിണിയുടെ ഒരു കാരണമെന്ന് അവിടുത്തെ ചില സ്ത്രീകളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ആ കാര്യങ്ങൾ അവിടെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പോയത്. അപ്പം പിന്നെ ഇതേ സ്ഥിതി അട്ടപ്പാടിയിൽ മാത്രമല്ല ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ചൂരൽ, കാട്ടിൽ നിന്ന് ചൂരൽ ഇതാകും. ചൂരൽ വ്യവസായം ബാംബു മിഷൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ എവിടെയും അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോത്രവർഗ വിഭാഗത്തിൽ അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളോട് ഒരു സീരിയസ് ആയിട്ട് അതിനെ കാണുന്ന ഒരു സമീപനം, ആ സമീപനം ഉണ്ടായിട്ടില്ല. ഈ അടുത്ത് ഞാൻ പോയപ്പോൾ ഒരു സ്ഥലം ആറ്റുമണൽപ്പുറം, ആ സ്ഥലത്ത് പാലം പണിതിരിക്കുന്നു, അവസാനത്തെ ഒരു 2 മീറ്റർ ബാക്കിയുള്ളൂ. അങ്ങനെ 1.5 കൊല്ലമായിട്ട് അവിടെ കിടക്കുക. അപ്പോൾ അത് പണിയാൻ ഞാൻ പറഞ്ഞു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു തരും. അപ്പോൾ അവർ വെച്ചാൽ ഇതൊക്കെ എല്ലാവരും ഇലക്ഷന് മുമ്പ് ഇങ്ങനെ തന്നെയാണ് പറയാറ്. കാരണം ഇതിനു മുമ്പ് ആൾക്കാരിങ്ങനെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ഥിതി ഈ ആദിവാസി മേഖലകളോട് പൊതുസമൂഹത്തിൻ്റെ ഒരു അപ്രോച്ചിൽ ഇതുണ്ട്. അതിൽ മാറ്റം വരേണ്ടതുണ്ട്. ധാരാളം സാധ്യതകളുടെ. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ചിത്തേൻ കളക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള ധാരാളം അവിടെ കൃഷി ചെയ്യുന്ന ധാരാളം വസ്തുക്കളുണ്ട്, വളരെ ഇതായിട്ടുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള വസ്തുക്കളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ട്രൈഫെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രൈബൽ ഇതായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്, വിപണനത്തിന് വേണ്ടിയിട്ടും. പക്ഷേ കേരളത്തിൽ അത്തരം കാര്യങ്ങളിലൊന്നും വേണ്ടത്ര ഒരു ഫോക്കസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫോക്കസ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ. കാണുന്ന മേഖലകൾക്കൊക്കെ ഒരു വ്യത്യസ്തമായ, ഒരു നൂതനമായ ഒരു അപ്രോച്ചിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട്, ഇപ്പം മത്സ്യമേഖലയിലായാലും കൈത്തറിയിലായാലും ഈ ട്രൈബൽ ജീവിതത്തിലെ എന്തുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മ നിരീക്ഷണങ്ങളിലുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ കുറിച്ചിട്ടും അങ്ങ് ഇതുപോലെ സൂക്ഷ്മമായിട്ടുള്ള വേറിട്ട കാഴ്ചകൾ അല്ലെങ്കിൽ ഒരു സ്വപ്നം മനസ്സിൽ ഒരു അടുത്ത മാനിഫെസ്റ്റോ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 13 സ്ഥലങ്ങളിലായിട്ട് വികസന ചർച്ചകൾ സംഘടിപ്പിച്ചിരുന്നു. ആ വികസന ചർച്ചകളിൽ ഏറ്റവും പ്രാദേശികമായിട്ടുള്ളത് തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ, പോളിസി ചേഞ്ചസ് വരേണ്ട കാര്യങ്ങളടക്കം ഉള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം ക്രോഡീകരിച്ച് അടുത്ത ദിവസം അത് പ്രസിദ്ധീകരിക്കും. അതിൽ 16 ഹൈലൈറ്റ്സ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഒന്ന് റബ്ബറിൻ്റെ ഒരു വലിയ സെൻറ്ററാണ്, കാട്ടാക്കട, അരുവിക്കര, നെടുമങ്ങാട് ഒക്കെ. പക്ഷേ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളില്ല. അപ്പോൾ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഉണ്ടാവണം. 2, കേരളത്തിൽ ഇതുവരെ എയിംസ് അനുവദിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിലൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ എയിംസ് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതോട് കൂടിയിട്ട് അതൊരു വലിയ ഉറപ്പാണ്, ഒരു വാഗ്ദാനം. കാരണം പൊതുവെ പറയാൻ അങ്ങനെ വാഗ്ദാനങ്ങൾ പറയുന്നൊരു ശീലമല്ല, ചെയ്യുന്നതല്ല. തീർച്ചയായിട്ടും അല്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാനാണ്. ആറ്റിങ്ങലുകാർക്കൊരു എയിംസിൻ്റെ സാധ്യത വളരെ കാര്യമായിട്ട്. മൂന്നാമത്തെ കാര്യം, തിരുവനന്തപുരം മെട്രോ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടം വരെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഈ കഴക്കൂട്ടം വരാൻ കാരണം കഴക്കൂട്ടത്തായിരുന്നു ടെക്നോ പാർക്ക്. അപ്പോൾ ടെക്നോ പാർക്ക് ഉണ്ടായിരുന്ന സ്ഥലം എന്നുള്ള നിലയിൽ കഴക്കൂട്ടം കൂടി അതിൻ്റെ ഭാഗമായി. പക്ഷേ ഇപ്പോൾ ടെക്നോ പാർക്ക് അവിടെ നിന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. ടെക്നോ പാർക്ക് ഇപ്പം മംഗലപുരം വരെ എത്തി. അപ്പം റാഷണൽ അനുസരിച്ചിട്ട് പോവുകയാണെങ്കിൽ ടെക്നോ പാർക്ക് ഉള്ളത് കൊണ്ടാണ് കഴക്കൂട്ടം വരെ എന്ന് ആലോചിച്ചതെങ്കിൽ ഇപ്പോഴത്തെ സ്വാഭാവികമായിട്ട് അത് മംഗലപുരം വരെ എന്ന് ആലോചിക്കണം. ഒന്ന്.
മംഗലപുരം വരെ മാത്രമല്ല, മംഗലപുരത്ത് നിന്ന് പിന്നെ ആറ്റിങ്ങിലേക്ക് വലിയ ദൂരമില്ല. അപ്പോൾ ഒരു ഗ്രോത്ത് കോറിഡോറായിട്ട് തിരുവനന്തപുരം മുതൽ ആറ്റിങ്ങൽ വരെ, ആറ്റിങ്ങലിൽ നിന്ന് നെടുമങ്ങാട് വരെ. അപ്പോൾ തിരുവനന്തപുരം മെട്രോ ആറ്റിങ്ങലും നെടുമങ്ങാടും വരെ എത്തിക്കുക, ഇതാണ് വേറൊരു കാര്യം. പിന്നെ തിരുവനന്തപുരം ഈ ആറ്റിങ്ങലിൻ്റെ വേറൊരു വലിയ 2 സെൻറ്ററാണ് കശുവണ്ടിയുടെയും കയറിൻ്റെയും 2 മേഖല. അപ്പോൾ കശുവണ്ടിയുടെയും കയറിൻ്റെയും വികസനത്തിന് വേണ്ടിയും പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെ 16 പോയിൻറ്റ്സ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ടീം ഇതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ 16 ഹൈലൈറ്റ്സ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെറിയ ഏതാണ്ട് 12 ഇതായിട്ട് സബ്ജക്ട്സിലായിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ടൂറിസത്തിൽ എന്തൊക്കെയാണ്, പിന്നെ റെയിൽവേയിൽ എന്തൊക്കെയാണ്, റോഡിൽ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഈ 16 പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൻ്റെ വികസനം. അപ്പോൾ ഇവിടുത്തെ പോത്തൻകോടും ആറ്റിങ്ങലും ട്രാഫിക് ബ്ലോക്ക് ഒരു മേജർ ഇഷ്യൂ ആണ്. പോത്തൻകോട് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ, പോത്തൻകോട് ട്രാഫിക് ബ്ലോക്ക് കാരണം അവിടുത്തെ കടകളെ അടക്കം അത് എഫക്റ്റ് ചെയ്യാണ്. കാരണം ആരും കടയിൽ സാധനം വാങ്ങാൻ പോകാൻ പറ്റില്ല. കാരണം നടന്നു പോയാലേ കടയിൽ പോകാൻ പറ്റുള്ളൂ. സൈഡിൽ കടയുടെ മുന്നിൽ ഒന്നും നിർത്തിയിടാൻ പറ്റില്ല, 2 വീലർ പോലും നിർത്താൻ പറ്റില്ല. അപ്പോൾ കടക്കാരൊക്കെ പ്രശ്നത്തിലാണ്. പക്ഷെ എന്നാൽ പോലും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല, എത്രയോ കാലങ്ങളായിട്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 16 മേജർ ഹൈലൈറ്റ്സ്. അങ്ങനെയുള്ള ഹൈലൈറ്റ്സ് വെച്ചിട്ട് അത് അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കും, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്ലാൻ. അതിൽ ട്രൈബൽ ഇതുണ്ട്, ഇവിടുത്തെ ആദിവാസി കോളനികളുടെ പ്രശ്നങ്ങളുണ്ട്. ആദിവാസി കോളനികളിൽ ബേസിക് കമ്മ്യൂണിറ്റീസ് പോലും ഇല്ലാത്ത അതുണ്ട്. റെയിൽവേ, നമ്മുടെ റോഡ് ഗതാഗതവും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെങ്കിൽ റെയിൽവേയുടെ ലെവൽ ക്രോസിങ്സ് മാറ്റിയെല്ലാം ഇതാക്കണം, അണ്ടർപാസ് ആക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ മേഖലയെക്കുറിച്ചും വിശദമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കണ്ടു, ധാരാളം കേരളത്തിലെ MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ പല കാര്യങ്ങൾക്കായിട്ട് താങ്കളെ സമീപിക്കുന്നുണ്ടെന്നും കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടെന്നും. പക്ഷേ അതിനുശേഷം പിന്നീട് അവർ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്നുള്ള നിലയ്ക്ക് ഇതിനെയൊക്കെ അവർ ഡിലേ ചെയ്യാണ്. ഈ കാര്യങ്ങളൊക്കെ താങ്കളുടെ സ്വഭാവം വെച്ചിട്ട് ചെയ്തതിനെ പറ്റി പറയാനുള്ള ഒരു രീതികളും ഇല്ല. അപ്പം ഈ ഒരു സമയം, ഈ ഇലക്ഷൻ സമയത്ത് അത്തരത്തിൽ ഉണ്ടായ നെഗോസിയേഷൻസും അതിൽ റിസൾട്ട് വന്ന കേരളത്തിൻ്റെ കാര്യങ്ങളും ഏതൊക്കെയാണെന്നുള്ളത്. അല്ല, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടാകുന്നൊരു കാര്യമാണ്. അതിൽ മാറ്റം വരും. BJP കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് വിജയം കൈവരിക്കുമ്പോൾ BJPയോടുള്ള തൊട്ടുകൂടായ്മയും മാറും. അപ്പോൾ അതുകൊണ്ട് അതൊരു ആദ്യത്തെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണത്. അതിൽ നമുക്കങ്ങനെ വലിയൊരു ഇംപേഷ്യൻ്റ് ആവേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമം, കാരണം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 രാഷ്ട്രീയ സംഘടനകളോടാണ് BJP ഫൈറ്റ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും സംഘടനകളില്ല, അവിടെ വ്യക്തികൾ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സിന് സംഘടനയുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കോൺഗ്രസ്സിന് മറ്റൊരു സംസ്ഥാനത്തും വാർഡ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഒന്നുമില്ല. എല്ലാ വ്യക്തികൾ ഒരു നേതാവ്, അയാളുടെ കൂടെ കുറേ ആൾക്കാർ. കേരളത്തിൽ ഇതെല്ലാം സംഘടനയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സംഘടനയായി. അത് മലയാളിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഈ സംഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബംഗാളിലും സംഘടന ഇല്ലാതിരുന്നതുകൊണ്ടാണ് ബംഗാളിൽ തകർന്നു പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലില്ലാതിരുന്നപ്പോൾ. ത്രിപുരയിലും ഒരു ടേം ഔട്ടായപ്പോൾ ത്രിപുരയിലും ഏതാണ്ട് തീർന്നു. കേരളത്തിൽ പിടിച്ചു നിൽക്കും കുറച്ചു കാലം. പക്ഷേ കേരളത്തിലും കമ്മ്യൂണിസത്തിന് ആത്യന്തികമായിട്ടുള്ളൊരു തകർച്ച വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആശയപരമായിട്ടുള്ള ഒരു അടിസ്ഥാനമില്ലാത്തൊരു സംഘടനക്ക് അധികകാലം നിൽക്കാൻ പറ്റില്ല. കുറച്ചു കാലം അവരുടെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പേരിൽ അവർ നിൽക്കും, സ്ഥാപനങ്ങൾ.
അപ്പോൾ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ഇതാണ്. കാരണം അവർ മുഴുവൻ നിൽക്കുന്നത് പാർട്ടിയിലാണെങ്കിൽ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി ഉണ്ടാവും, ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിലുള്ള ജോലിയാണ് ഈ പാർട്ടിയെ നിലനിർത്തുന്നത്. ആ സിസ്റ്റം ഇന്ത്യയിൽ വരടിയില്ല എന്ന് പറഞ്ഞാൽ ബംഗാളിലില്ല, ത്രിപുരയിലില്ല, മറ്റൊരു സംസ്ഥാനത്തും ഒരു പാർട്ടിക്കുമില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക സംവിധാനമാണ്. ഇത് ആശയം തകർന്നതുകൊണ്ട് മാത്രം പോയില്ല. എന്നോടൊരു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസം തകർന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താവും സ്ഥിതി. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ആറ്റിപ്പുറയിലെ പാൽ സൊസൈറ്റിയിലുള്ള കാലത്തോളം ഞങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിസം ഉണ്ടാവും. ആ പാൽ സൊസൈറ്റിയിലാണ് എൻ്റെ ഭാര്യയുടെയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ശമ്പളം അവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ ഞാനിതിനാണ് പാർട്ടി വിടുന്നത്. അപ്പോൾ ഇത് ആറ്റിപ്പുറ എന്നുള്ളതിന് പകരം വേറൊരു പേരിടാം ഓരോ സ്ഥലത്തും. പക്ഷെ വലിയൊരു വിശ്വാസ തകർച്ച ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അതുണ്ട്. വിള്ളൽ വീഴുന്നത് പോലെ അല്ല അത് ആ പാർട്ടി അതുകൊണ്ട് അവരുടെ ഈ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ്. പക്ഷേ അടിത്തറയില്ലാത്ത, ആശയപരമായിട്ട് ഒരു ബേസിസും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് എത്ര തെരഞ്ഞെടുപ്പ് അങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ഇന്ന് അവരുടെ ഏറ്റവും വലിയ ഗുണം അവരെ എതിരിടാൻ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ കോൺഗ്രസ് വളരെ ദുർബലമാണ്. BJP ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് CPM-നെ തകർക്കാൻ ഇന്ന് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് CPM-ൻ്റെ ഈ വീടിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അത് പക്ഷേ അധികകാലം നിൽക്കാൻ പറ്റില്ല അവർക്ക്. ഒരു ഇലക്ഷനിൽ 2 ഇലക്ഷൻ. അപ്പോൾ അതുകൊണ്ട് 2 ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അവർ തകരും. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഏറ്റവും കേരളത്തിൻ്റെ തന്നെ ആത്മീയ ചൈതന്യം ഉള്ള ശിവഗിരി തീർത്ഥാടന കേന്ദ്രമുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നന്മ, ഒരു ഗ്രേസ് ഈ മണ്ഡലത്തിനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്ലാൻ അങ്ങേക്ക് എന്താണുള്ളത്? അല്ല, ഈ ശ്രീനാരായണ ഗുരു സർക്യൂട്ട് എന്നുള്ള നിലയിൽ മോദിജിയുടെ ഗവൺമെൻറ് 66 കോടി രൂപയുടെ പദ്ധതി അവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വർക്ക് തുടങ്ങി. അതിൻ്റെ വർക്ക് കുറച്ചും കൂടി വേഗതയിൽ നടക്കേണ്ടതായിരുന്നു. പക്ഷേ കോവിഡും തുടർന്നുണ്ടായിട്ടുള്ള പല കാരണങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അതിൽ കുറച്ചൊരു താമസം വന്നു. ശരിക്കും ഈ വർഷം കഴിഞ്ഞ വർഷം അവസാനിക്കേണ്ടതായിരുന്നു 23. ശ്രീനാരായണ സർക്യൂട്ട് അതെ, എന്ന് പറഞ്ഞാൽ ശിവഗിരി, ചെമ്പഴന്തി, അരുവിപ്പുറം, കുന്നുംപാറ, ഈ 4 സ്ഥലങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4 സ്ഥലങ്ങളിൽ അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ്. അത് പ്രധാനമായിട്ട് വരുന്ന തീർത്ഥാടകർക്ക് കുറച്ചും കൂടി അവരുടെ തീർത്ഥാടനം സൗകര്യപ്രദമാക്കുക, പിന്നെ മോഡേണൈസ് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രിക് മറ്റേ കാർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ സോളാർ ലൈറ്റിംഗ് സിസ്റ്റം. പിന്നെ അവിടെ അതേ സമയത്ത് അവർക്ക് പ്രയോജനപ്പെടുന്നത് ആവുകയും ചെയ്യണം. അങ്ങനെയുള്ള കുറേ വാട്ടർ സപ്ലൈ സിസ്റ്റം. ധ്യാനമണ്ഡപം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഹാൾ പണിയാൻ അനുവാദം കൊടുത്ത് അതിനകത്ത് ധ്യാനിക്കണമെങ്കിൽ ധ്യാനിക്കാം, ഭക്ഷണം കഴിക്കാം എന്നുള്ള നിലയിലുള്ള ഇതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് 66 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിൽ സാധാരണഗതിയിൽ കണ്ടിന്യൂവേഷൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളുണ്ടായിട്ട് പോലും അത് ശിവഗിരി ആയതുകൊണ്ട് ആ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ പദ്ധതി തുടരുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2014 ആദ്യത്തെ വർക്ക് പൂർത്തിയാവാത്ത എല്ലാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്
അത് എക്സ്പെൻഡിച്ചർ ആവാത്തതൊക്കെ. അപ്പോൾ അങ്ങനത്തെ എല്ലാ പ്രൊജക്ട്സും ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു 2019 തീരുമാനിച്ചതിന് ശേഷം ശിവഗിരി ആയതുകൊണ്ട് ഞാൻ അന്നത്തെ ടൂറിസം മന്ത്രിയെ കണ്ട് ഞാൻ പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞ് എനിക്ക് പെർമിഷൻ എടുക്കാൻ പറ്റില്ല, എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല, PM-ൻ്റെ അനുവാദം. ഞാൻ പറഞ്ഞു നിങ്ങൾ PM-ൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളൂ, PM അനുവദിക്കും. കാരണം PM തന്നെ നേരിട്ട് താല്പര്യമെടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെ സംഭവിച്ചു. അദ്ദേഹം PM-ൻ്റെ അടുത്ത് PM പറഞ്ഞു അത് ക്യാൻസൽ ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞു, മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോഴും 2023 അത് വർക്ക് തീരേണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു നിങ്ങൾ 2023 ഡിസംബറിനകം പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ തീർന്നു, ഇനി നമ്മൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ പറ്റില്ല. അപ്പോൾ കിഷൻ റെഡ്ഡി അന്ന് ഞാൻ പറയുമ്പം ഞാൻ MP മാത്രമാണ് 2018-19 ഇത്തവണ കിഷൻ റെഡ്ഡിയായിട്ട് സംസാരിച്ചു. അതിനുശേഷം ടൂറിസം സെക്രട്ടറി നേരിട്ട് താല്പര്യമെടുത്തു. അവരിപ്പം ഇത് ഗവൺമെൻറ് ഈ 24-ന് ശേഷവും ഈ പണി പൂർത്തിയാകുന്നതുവരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ശിവഗിരിയിലും കുന്നുംപാറയിലും അരുവിപ്പുറത്തും ചെമ്പഴന്തിയിലും ഈ 4 സ്ഥലങ്ങളിലും ഈ തരത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ PM-നോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ പെട്ടെന്ന് തോന്നിയൊരു ചോദ്യം, ആ ഇൻട്രാക്ഷനുകൾ അത് നമുക്കൊക്കെ വളരെ ആദരവും അസൂയയും ഒക്കെ തോന്നും ആർക്കും അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ പറ്റിയെന്ന് അറിഞ്ഞാൽ. അപ്പോൾ അതുപോലെ വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തിനോട് ശ്രീ നരേന്ദ്രമോദിയുടെ ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങയുടെ ഒരു അനുഭവം? അല്ല, അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യത്തെ തവണ അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അപ്പോൾ അന്ന് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റാണ്. ആദ്യത്തെ തവണ വരുമ്പോൾ ഞാൻ പ്രസിഡൻ്റല്ല, ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. കോഴിക്കോട് അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു. അല്ല, പ്രസിഡൻ്റ് തന്നെയാണ്. 2000 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് വന്നത്, 2011. അപ്പോൾ അദ്ദേഹം സാധാരണ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് മേജർ പോയിൻറ്റ്സ് എന്ന് ചോദിക്കും. ഇഷ്യൂസ് എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ആ കാലത്ത് ഉള്ള സ്ഥിതിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പലപ്പോഴും അദ്ദേഹം നമ്മളോട് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അതനുസരിച്ചിട്ടാണ് അദ്ദേഹം അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഒരു തവണ ശംഖുമുഖത്തെ സ്റ്റേജിലിരുന്നിട്ട് അദ്ദേഹം എന്നോട് മദ്യപാനത്തെക്കുറിച്ച്, കേരളത്തിലെ മദ്യപാനത്തെക്കുറിച്ച് ചോദിച്ചു. ഞാനതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്പീച്ചിൽ അതിനെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിട്ടല്ല അദ്ദേഹം ഒരു സമൂഹത്തിലുണ്ടാകേണ്ട മാറ്റം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ലെവലിലാണ് അദ്ദേഹം പലപ്പോഴും പ്രശ്നങ്ങളെ കാണുന്നത്. 2 പ്രധാനമന്ത്രിയായതിനു ശേഷം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് വേറൊരു ലെവലിലാണ്. അപ്പോൾ പ്രധാനമന്ത്രിയായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലുള്ള ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസിലുള്ള ഒരു താല്പര്യം, അത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടും അത് മുഴുവൻ പഠിച്ചിട്ടാണ് അദ്ദേഹം നമ്മൾ കേൾക്കുന്നതും നമ്മളോട് സംസാരിക്കുന്നതും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വളരെ വളരെ വിശാലമായിട്ടുള്ള തരത്തിലുള്ള ഒരു കൂടിയാലോചന നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അദ്ദേഹം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും, എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോംവർക്ക് ഇല്ലാതെ അദ്ദേഹം ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കൊല്ലത്ത് വന്നു. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന വേദിയിൽ സംസാരിച്ച ആരോ എന്തോ ഒരു നിർദ്ദേശം വെച്ചു. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ടുണ്ട്, അദ്ദേഹം ആ കാര്യം പരാമർശിച്ചതേയില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രീതി വേദിയിൽ ആരെങ്കിലും പറയുന്നു എന്നുള്ളത് കൊണ്ട് ഉടനെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതല്ല. അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ വിഷയം വിശദമായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പറയുള്ളൂ. അതുകൊണ്ട് ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടുള്ള ഹോംവർക്ക് നടന്നിട്ടുണ്ടാവും. ആ ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം നടക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയും വരുംവരായികകൾ മുഴുവൻ ഇപ്പോൾ 370-ാം വകുപ്പ് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം എടുത്ത് 2019 ഓഗസ്റ്റ് 5-ാം തീയതി രാവിലെ രാജ്യസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഡീൽ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ റെഡിയായിരുന്നു. അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അവിടെ എന്തെങ്കിലും ഒരു ബന്ധമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇരിക്കട്ടെ, 2 ആഴ്ചത്തേക്കുള്ള എല്ലാ അവശ്യ വസ്തുക്കളും സ്റ്റോക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ നാളെ ഡീസൽ കിട്ടാത്ത പ്രശ്നം വരരുത്, നാളെ ഭക്ഷ്യവസ്തുക്കളില്ലാത്ത പ്രശ്നം വരരുത്, എല്ലാ സാധനങ്ങളും അവിടെ റെഡിയായിരുന്നു. അതാരും അറിഞ്ഞില്ല അങ്ങനെ സ്റ്റോർ ചെയ്തു എന്നുള്ള പേര്. അപ്പോൾ അങ്ങനെയുള്ള വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോംവർക്ക്, ആ ഹോംവർക്ക് നടത്തിയിട്ടാണ് അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഈ തീരുമാനം എന്ന് പറഞ്ഞാൽ നേരത്തെ ചർച്ച ചെയ്ത് അവസാനം 5-ാം തീയതിയാണ് എന്നുള്ളത് തീരുമാനിച്ചിരുന്നു. പാർലമെൻ്ററി കാര്യ സഹമന്ത്രി എന്നുള്ള എനിക്ക് ഈ വളരെ ഇന്ത്യയെ സംബന്ധിച്ചും അത്രയും പ്രധാനപ്പെട്ട ഈ 370 അതിൻ്റെ ആ ഒരു അതെങ്ങനെ ബിൽഡപ്പായി എന്നുള്ളതിലൊക്കെ അല്ല എനിക്ക് അതിനൊരു ആക്സസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന് BJP ഇറക്കുന്നത് സങ്കല്പ പത്രമാണ്. മാനിഫെസ്റ്റോ എന്നുള്ള പേര് ഒരിക്കലും നമ്മൾ ഇടാറില്ല. സങ്കല്പ പത്രം എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പ്രതിജ്ഞ എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള ഇതാണ്. അപ്പം BJPയുടെ സങ്കല്പത്രയിൽ 370 വിഡ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ടാണ് 2014 ഉണ്ടായിരുന്നു. 2014 നടന്നില്ല. 2019 വീണ്ടും ഭരണത്തിൽ വന്നപ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചു. പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനിൽ നടത്തണം എന്ന് തീരുമാനിച്ചു. അപ്പം പാർലമെൻ്ററി അഫെയർസ് മിനിസ്ട്രിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുക. കാരണം പാർലമെൻറ്റിൽ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരാളൊറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല. കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഹോം മിനിസ്ട്രി ഡ്രാഫ്റ്റ് ചെയ്യണം. ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ലീഗൽ മിനിസ്ട്രിയിലേക്ക് പോകണം, ലോ മിനിസ്ട്രി. അത് കഴിഞ്ഞിട്ട് ലെജിസ്ലേച്ചർ മിനിസ്ട്രിയിൽ പോകണം. ഈ 3 സ്ഥലങ്ങളിൽ പോയതിന് ശേഷം ആണ് ക്യാബിനറ്റിൽ പോകുന്നത്. എന്നാൽ ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കോൺഫിഡൻഷ്യലുമായിട്ടായിരുന്നു എനിക്ക്. എന്നിട്ട് പോലും മീഡിയയ്ക്ക് ഇതിങ്ങനൊരു അറിഞ്ഞിട്ടില്ല. മാത്രമല്ല അന്ന് 5-ാം തീയതി എല്ലാ BJP MPമാരും പാർലമെൻറ്റിലുണ്ടായിരിക്കണം എന്ന് തീരുമാനമെടുത്തതുകൊണ്ട്, എന്നുണ്ടാവണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നുകൊണ്ട് 3-4 തീയതികളിൽ എല്ലാ MPമാർക്കും വേണ്ടിയിട്ടുള്ള, അത് 2019 ഓഗസ്റ്റാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. പുതിയ MPമാർക്കുള്ള 2 ദിവസത്തെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ 3-4 തീയതികളിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് പാർലമെൻ്ററി അഫെയർസിൻ്റെ ആൾക്കാർ, ഞങ്ങൾ 4-ാം തീയതി രാത്രി ഞങ്ങൾ ഒരുമിച്ച് അമിത്ഷാജിയുടെ റൂമിൽ ഈ ഡീറ്റെയിൽസൊക്കെ പ്ലാനിങ്ങും അതൊക്കെ ഉണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ വിചാരിച്ചത് വേറെ എന്തോ കാര്യങ്ങൾ ചർച്ചയാണെന്ന്. അപ്പോൾ അവർ പിന്നീട് ആ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഇതായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അത് വളരെ ഇതായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഞാനിപ്പോഴും 4-ാം തീയതി രാത്രിയത്തെ ഫോട്ടോവും 5-ാം തീയതി രാത്രിയത്തെ ഫോട്ടോ അമിത്ഷാജിയുടെ റൂമിൽ ഞങ്ങളെല്ലാവരും 5-ാം തീയതി പാസ്സായതിന് ശേഷം നമ്മൾ കുറേ കൂടി റിലാക്സ്ഡാണ്. 4-ാം തീയതി രാത്രി നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് വളരെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. വാസ്തവത്തിൽ അന്ന് എതിർത്തവരും ഇന്ന് അതിനെ അംഗീകരിക്കുന്നുണ്ട്. കാശ്മീരിൻ്റെ ടൂറിസം
അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, ആളുകളുടെ സന്തോഷം. അപ്പം ഒരുപക്ഷെ തെറ്റിദ്ധാരണ കൊണ്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ പതുക്കെയാണെങ്കിലും ഉദ്ദേശശുദ്ധി തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് മോഡി ഗവൺമെൻറ്. അല്ല, അതിൽ ഒന്ന് 370 വകുപ്പ് നീക്കുക എന്നുള്ളത് വെറും ഒരു ഇമോഷണൽ രീതിയിലല്ല മോദിജി കണ്ടത്. അതിൻ്റെ പ്രാക്ടിക്കൽ ഫിസിക്കൽ അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മന്ത്രിമാരോടും ജമ്മു കാശ്മീരിലെ ഓരോ ജില്ലയിലും ഈ വിഡ്രോ ചെയ്ത് അടുത്തൊരു 6 മാസത്തിനകം എല്ലാ ജില്ലകളിലും സെൻട്രൽ മിനിസ്റ്റേഴ്സ് പോയി അവിടുത്തെ സിറ്റുവേഷൻ അനലൈസ് ചെയ്തു. അവിടുത്തെ ഡെവലപ്മെൻറ്റൽ റിക്വയർമെൻറ്റ്സ് എന്താണ്, സ്കൂളില്ല, കോളേജില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പോയ സ്ഥലത്ത് ഈ കുങ്കുമപ്പൂ കൃഷി ചെയ്ത സ്ഥലമാണ്, പക്ഷേ അതിൻ്റെ മാർക്കറ്റിങ്ങിനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയിൽ. അപ്പോൾ ഇതുപോലെയുള്ള പല പല ആസ്പെക്ട്സ് അതിലൂടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ മന്ത്രിയായിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡർ എക്സ്പോഷറുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു ജില്ലയിൽ ചെന്ന് 2 താലൂക്കിൽ പോയിട്ട് താലൂക്കിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആക്ഷൻ ഉണ്ടാവുകയാണ്. അപ്പം നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ്റിൽ ഏത് കാര്യം നടക്കുമ്പോഴും അതിനൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനുണ്ട്. ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റ് എല്ലാ മന്ത്രിമാരും ശരാശരി 2-3 മാസത്തിലൊരിക്കൽ നോർത്ത് ഈസ്റ്റ് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിൻ്റെ പ്രശ്നം, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുമായിട്ട് ഒരു ഇമോഷണലി കട്ട് ഓഫ് ആയിരുന്നു. അവർക്ക് അവർ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള തോന്നലുണ്ടായിരുന്നില്ല. അതായിരുന്നു കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു. അവിടെ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചൈനയുടെ ആക്രമണം ഒഴിവാക്കാൻ എന്ന് പറയുന്നൊരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച്. നമ്മളിപ്പോൾ അതിനെ ആ സ്റ്റാൻഡ് മാറ്റി. മോദിജി ഇത്തവണ ചെയ്തത് എല്ലാ ബോർഡർ വില്ലേജസിലും, കാരണം പണ്ടുണ്ടായിരുന്ന സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് അവിടെ മൊബൈൽ ടവർ ഇല്ല. അതുകൊണ്ട് അപ്പുറത്തുള്ള ചൈനീസ് മൊബൈൽ ടവറിലാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് കിട്ടുക. ആ ടവറിലെ ഇത് വെച്ച് സിഗ്നൽ വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ചൈനീസ് മൊബൈൽ ടവർ, പാകിസ്ഥാൻ മൊബൈൽ ടവർ. ഇപ്പോൾ ഫ്രഷ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഓഫീസർമാർക്ക് ആദ്യം അവർക്ക് അവിടെ പോയി ഒരാഴ്ച അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഡ്യൂട്ടി അടക്കം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സാഹചര്യങ്ങൾ മാറ്റാൻ, അതിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിന് മുകളിലോട്ടുള്ള ആൾക്കാരെ പറഞ്ഞേക്കരുത്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാവും. അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെയാവും. അതുകൊണ്ട് പുതിയ ഉദ്യോഗസ്ഥന്മാർ, ഫ്രഷ് ആൾക്കാർ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരും അവിടെ പ്രത്യേക സൗകര്യം ഉണ്ടാക്കില്ല. അതുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. അങ്ങനെ നരേന്ദ്രമോദിജിയുടെ അപ്രോച്ച് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഈ സ്വച്ഛ ഭാരതിൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഹൈജീൻ ഇതൊക്കെ ഉണ്ട്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം എല്ലാ ക്ലാസ് മുറിയുടെയും പുറത്തൊരു കണ്ണാടി വെക്കാൻ പറഞ്ഞു സ്കൂളുകളിൽ, പ്രൈമറി ക്ലാസ്സുകൾ. അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾ വന്നിട്ട് അത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ മുടിയൊക്കെ വൃത്തിയില്ല, അപ്പോൾ വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ സ്വയം വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സ്കൂളിലും ക്ലാസ് റൂമിൻ്റെ പുറത്ത് ഒരു കണ്ണാടി വെക്കുക. അപ്പോൾ ഇതൊന്നും ആരും ഇതുവരെ ആലോചിക്കാത്ത രീതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ഭയങ്കര വ്യത്യാസമുള്ള അപ്രോച്ചാണ്. ഒരു തവണ ബിൽഗേറ്റ്സുമായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിൽഗേറ്റ്സിനോട് പറഞ്ഞു, റിസർച്ചിന് വേണ്ടിയിട്ട് ബിൽഗേറ്റ്സിൻ്റെ ഇതിൽ നമ്മുടെ ഇന്ത്യക്കാർ ചോറും പരിപ്പുമാണ് കഴിക്കുന്നത്, റൈസ് ആൻഡ് ദാൽ. അതിലെ ന്യൂട്രീഷ്യസ് കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴി എന്താണ്? ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടില്ല, നമുക്ക് ഒരു ശരീരത്തിന് വേണ്ട ഇത് മുഴുവൻ കിട്ടില്ല. അപ്പോൾ ഇത് മാത്രം കഴിക്കുന്ന ഒരാൾക്കും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിലെ ന്യൂട്രീഷ്യസ് ഇതിൻ്റെ
ഇത് വർദ്ധിപ്പിക്കാനുള്ള അതിനുള്ള റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഔപചാരികതക്കും ഫോർമാലിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഡിസ്കഷനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല ഡിസ്കഷൻസുമാണ് അദ്ദേഹം എല്ലായ്പ്പോഴും വിദേശ രാഷ്ട്രത്തലവന്മാരുമായിട്ടും അതുപോലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യും. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളും 2019 UN ജനറൽ അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 8-10 മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം PM-ൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ കേരളത്തിലെ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായത് ഇടതിനും വലതിനും വലിയ താല്പര്യമില്ലാത്തൊരു മത്സരം പോലെയാണ്. കാര്യം അബ്കി ബാർ 400 പാർ എന്ന് പറയുന്നൊരു മുദ്രാവാക്യം കൊണ്ട് തന്നെ പാരലൈസ്ഡായി പോയ ഒരു പ്രതിപക്ഷമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അവരെ സംബന്ധിച്ചോളം പലർക്കും കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു വെറുതെ ഒരു യാത്ര, ഡൽഹിയിലെ തണുപ്പ് കൊള്ളാനുള്ള മട്ടിലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവില്ലായ്മ പൊതുവെ പ്രതിപക്ഷത്ത് കാണാനുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഇടത് വലതുകളിൽ കാണാനുണ്ട് എന്നുള്ളൊരു ട്രെൻഡ് നിലനിൽക്കെ ഇത്രമേൽ കൃത്യമായ വികസനത്തിൻ്റെ ആശയങ്ങളും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാനുള്ള സംവേദനക്ഷമതയുമുള്ള താങ്കളുടെ ഇത്തവണത്തെ ഈ ആറ്റിങ്ങലിലെ കാൻഡിഡേറ്റ്സ്, ഈ ആറ്റിങ്ങലിലെ ജനങ്ങളെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പൾസ് എന്താണ് അനുഭവപ്പെട്ടത്? അല്ല, അതിൽ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരുടെ ഇൻഡിവിജ്വലി ചില കാൻഡിഡേറ്റ്സിന് കുറച്ച് താല്പര്യരാഹിത്യം ഉണ്ടാവുമായിരിക്കും. അതിനപ്പുറത്ത് പലർക്കും സർവൈവലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ചിഹ്നം അതെ അങ്ങനെയുള്ള കാരണങ്ങളുള്ളതുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാണ്. കാരണം ഈ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഭൂമി ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ട്രെഡ്മില്ലിൽ നിൽക്കുന്നത് പോലെയാണ്. ട്രെഡ്മില്ലിൽ നിൽക്കണമെങ്കിൽ ട്രെഡ്മിൽ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓടിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം അവർക്കുണ്ട്. അപ്പം കാലം മാറിക്കൊണ്ടിരിക്കുന്നു, ആ കാലത്തിന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കും, അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു വലിയ വ്യത്യാസം, ഒരുപക്ഷെ ഒരു 50 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന ഗവൺമെൻറ് ആരുടേതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണിത്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വീണ്ടും ഡൽഹിയിൽ ഫോം ചെയ്യപ്പെടും, അതെല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ വരുമ്പം കേരളത്തിൽ CPM-നോ കോൺഗ്രസിൽ നിന്നോ ഉള്ള ആൾക്കാരെ അയച്ചിട്ട് എന്ത് കാര്യം? ഈ ചോദ്യം ആളുകളുടെ മനസ്സിൽ ലോജിക്കലായിട്ടുണ്ടാവണം. പക്ഷേ കേരളത്തിൽ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലല്ല പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സ്ഥലത്തെ പാൽ സൊസൈറ്റിയിലുള്ളിടത്തോളം കാലം ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത് പോലത്തെ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് BJPയുടെ ഫൈറ്റ് അത്ര ഈസിയല്ല. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ടഫായിട്ടുള്ള ഫൈറ്റാണ്. 3 സ്ഥാനാർത്ഥികളും ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഫൈറ്റിലാണ്. പക്ഷേ എനിക്ക് എൻ്റെ യാത്രയിലുടനീളം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം, ആ പ്രതികരണം ഒരുപക്ഷെ വളരെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ്. കാരണം വളരെ താല്പര്യത്തോടു കൂടിയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അത് മുഴുവൻ വോട്ടാവും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയത്തെക്കുറിച്ച് ഒരു സംശയമേ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അത് വോട്ടാവോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ അഭിപ്രായത്തിൽ ആരാണ് മുഖ്യ എതിരാളി എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള തമ്മിലുള്ളൊരു ഫൈറ്റാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. അതുകൊണ്ട് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിലും പ്രധാനമന്ത്രി മോദിജിയോടുള്ള താല്പര്യം ഈ മണ്ഡലത്തിൽ വളരെ കാര്യമായിട്ടുണ്ട്. അത് എല്ലാം അനുകൂലമായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും
കേരളത്തിൽ നിന്ന് ജയിക്കുന്ന NDA MP മാരുടെ കൂട്ടത്തിൽ ആറ്റിങ്ങലിൽ നിന്നുണ്ടാവും.